അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കച്ചവടക്കാർ ചൊല്ലേണ്ട ഇസ്മിനെ കുറിച്ചിട്ടാണ്. കച്ചവടം ചെയ്യുന്ന ആളുകൾ ഈ ഇസ്മ് ചൊല്ലാൻ ശ്രമിക്കുക. കാരണം ആ കച്ചവടത്തിൽ നല്ല വർധനവുണ്ടാവും, ലാഭമുണ്ടാകും, ബർക്കത്തുണ്ടാകും, ജോലിയിൽ ബർക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. കച്ചവടം നല്ല വർദ്ധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. നമുക്ക് ആദ്യം വേണ്ടത് കച്ചവടത്തിലൊരു ബർക്കത്താണ്. സമ്പത്തിൽ നല്ലൊരു ബർക്കത്താണ് നമുക്ക് വേണ്ടത്. അതാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടതും. നമ്മൾ പറയുന്നു കച്ചവടമുണ്ട്, പക്ഷേ ഒരു ബർക്കത്തില്ല, പൈസ ഒന്നിനും തികയുന്നില്ല, പൈസ കയ്യിൽ കിട്ടുന്നു, ഒന്നിനും തികയുന്നില്ല, ഒന്നും കാണാൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അത് ബർക്കത്തില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. യൂസുഫ് അൻ നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളിൽപ്പെട്ട ഈ രണ്ട് നാമങ്ങൾ ഒരാൾ പതിവാക്കിയാൽ അയാൾക്ക് സമ്പത്ത് വർദ്ധിക്കുകയും കച്ചവടത്തിലും ജോലിയിലും ബർക്കത്തും ഐശ്വര്യവും വർദ്ധിക്കുകയും ചെയ്യുമെന്ന്. യാ ഗനിയു യാ മുഹ്നി, യാ ഗനിയു യാ മുഹ്നി, ഈ രണ്ട് നാമങ്ങൾ വർദ്ധിച്ച് കൊണ്ടുവരിക. യാ ഗനിയു ഓതുമ്പോൾ ശ്രദ്ധിക്കുക, ഗൈൻ അത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ തെറ്റാത്ത രീതിയിൽ ഓതണം. ഓതുമ്പോൾ ക്ലിയർ ആക്കിയിട്ട് ഓതുക. യാ ഗനിയു യാ മുഹ്നി, യാ ഗനിയു യാ മുഹ്നി. തെറ്റാത്ത രീതിയിൽ ഇത് വർദ്ധിച്ചു വരിക. നമ്മളെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, നമ്മളെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും. ഇനിയിപ്പോൾ തൊഴിലാളികൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ചെല്ലുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അവരുടെ അവർ എന്ത് തൊഴിലാണെങ്കിലും അതിലും ബർക്കത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ നാമമാണ്, അള്ളാഹുവിൻ്റെ ഇസ്മാണ്. അപ്പോൾ മറക്കാതെ ഇത് ചൊല്ലുക. അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും ബർക്കത്ത് അള്ളാഹു തആല വർദ്ധിച്ച് തരുമാറാവട്ടെ. നമ്മളെല്ലാ കഷ്ടപ്പാടുകൾ അള്ളാഹ് നീക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അള്ളാഹു തആല നീക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക.